നമ്മുടെ ഇവിടുത്തെ ഒരു നീതിന്യായ സംവിധാനത്തിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം സംശയാതീതമായി തെളിഞ്ഞാൽ മാത്രമേ ശിക്ഷിക്കപ്പെടാവൂ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല. ഈ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദിലീപിന് അതിൻ്റെ ആനുകൂല്യം കിട്ടിയെങ്കിൽ അതും എനിക്ക് മനസ്സിലാവും. പക്ഷേ പൊതുസമൂഹത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഒരു സംശയത്തിൻ്റെ ആനുകൂല്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സംശയത്തിൻ്റെ ആനുകൂല്യം തീർച്ചയായിട്ടും ഈ അതിജീവിതയോടൊപ്പമാണ്. അപ്പോൾ അത് സിനിമ എന്ന് പറയുന്ന മേഖലയിൽ പൊതുസമൂഹം അങ്ങനെ പൊളിറ്റിക്കലായി തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടമാണിത്. ഈ നേരത്തെ സംഘടനയുടെ കാര്യമാണ് വിനു ചോദിച്ചത്. ഇവരുടെ എല്ലാവരുടെയും തനി സ്വഭാവം നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവരുടെ എല്ലാവരുടെയും അല്ല, ഈ സംഘടനകൾ കൈയാളുന്നവരുടെ ആ അധികാര കേന്ദ്രങ്ങളുടെ സ്വഭാവം നമ്മൾ കണ്ടതാണ്. അവർ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ, നിർബന്ധിതമായ ഘട്ടത്തിൽ മാത്രമാണ് ഒരു വഴിക പോലെ ഒന്ന് മാറ്റി നിർത്തലൊക്കെ പോലെ പ്രഖ്യാപിച്ചത്. അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ കോടതിയുടെ ട്രയലിൻ്റെ ഭാഗത്തിലും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇവിടുത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഒക്കെ പോയിട്ടാണ് ഈ മൊഴി മാറ്റത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളത്. ഇതെല്ലാം പുറത്തു വരേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ സംഘടനകളിലേക്ക് തിരിച്ചു വന്നാൽ അവർ തീർച്ചയായിട്ടും ഇതിനെ വളരെ ആവേശത്തോടു കൂടിയാണ് കാണുന്നത്. അവരത് തിരിച്ച് പഴയ ഒരു സംഘത്തിലേക്ക് പോകാനാണ്. ഇപ്പോൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, 2011 ഇതുപോലൊരു ആക്ടിവിറ്റി നടന്നു, ഒരു നടപടിയും എടുത്തിരുന്നെങ്കിൽ അന്നേ ഈ ഗൂഢാലോചനക്കാർ കുടുങ്ങുകയാണ്. ഇത് നടക്കത്തില്ലായിരുന്നു. ഇവിടെ ഒരു മാഫിയ സംഘമായിട്ട് ഇതിങ്ങനെ തുടരാൻ തുടങ്ങിയിട്ട് കുറേ നാളായി.